ചാത്തുവും ചീരുവും കളിച്ചും ചിരിച്ചും വളർന്നു. ഒരു നാൾ നമ്പറോടൊത്ത് മാക്കം അമ്മയെ കാണാൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. തീർത്തും അവശയായ തൻ്റെ അമ്മയുടെ കിടപ്പ് കണ്ട് മാക്കം തേങ്ങിക്കരഞ്ഞു. ഓമന മക്കളുടെ ശിരസിൽ തലോടി അമ്മ അനുഗ്രഹിച്ചു. 12 ആങ്ങളമാരും ഭാര്യമാരുമുള്ള തറവാട്ടിൽ അമ്മയൊരു അനാഥയെപ്പോലെ കഴിയുകയാണെന്ന് മാക്കത്തിന് തോന്നി. കളരിമുറ്റത്ത് ദീപം കൊളുത്താൻ ഇപ്പോഴും അമ്മ മറക്കാറില്ലെന്ന് മാക്കത്തോടവർ പറഞ്ഞു. എങ്കിലും നാത്തൂന്മാരുടെ ഇടയിൽ മാക്കത്തെയും മക്കളെയും തറവാട്ടിൽ വിട്ടേച്ചു പോവാൻ നമ്പറിന് മനസ്സ് വന്നില്ല. 2 നാൾ കഴിഞ്ഞ് അമ്മയെ പരിചരിച്ച് മാക്കം മടക്കയാത്ര ചൊല്ലുമ്പോൾ അമ്മ പറഞ്ഞു, അമ്മ ഇനി അധികം നാൾ വേണ്ടമ്മേ, അമ്മയൊന്നും പറയരുത്, അത് താങ്ങാൻ ഈ മകൾക്കാവില്ല. അടുത്ത ദിവസം തന്നെ ആ അമ്മ എല്ലാം മറന്നുറങ്ങി. ഒരിക്കലും ഉണരാത്ത ഉറക്കം. അമ്മ നഷ്ടപ്പെട്ട മാക്കത്തെ ആശ്വസിപ്പിക്കാൻ ഈശ്വരനാമങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം ദൈവത്തെ ഏൽപ്പിച്ച് ആ 4 കെട്ടിനകത്തളത്തിൽ 41 നാളുകൾ മാക്കം കഴിഞ്ഞു. തൻ്റെ അരുമ മക്കളെ വാരി ഉരുമ്മി ഉമ്മ വയ്ക്കാൻ അമ്മയില്ലെന്ന് പറഞ്ഞ് മാക്കം മക്കളെ വാരിയെടുത്തു കരഞ്ഞു. അടുത്ത ദിവസം മാക്കത്തെയും മക്കളെയും കൂട്ടിക്കൊണ്ടുപോകാൻ കുട്ടി നമ്പർ വന്നു. സന്ധ്യയോടുകൂടി തറവാട്ടിലെത്തിയ ആങ്ങളമാർ നമ്പറെ കണ്ട കുശലം പറഞ്ഞിരിക്കെ ഒരു കാര്യം പറഞ്ഞു. പടയ്ക്കു ചെല്ലാൻ കോലത്തരച്ഛൻ്റെ തരകെത്തിയിരിക്കുന്നു. നാളെ തന്നെ തിരുമുഖം കാണണം. അമാന്തിച്ചുകൂടാ. ഞങ്ങൾ തിരിച്ചെത്തും വരെ മാക്കം ഇവിടെ കഴിയട്ടെ. കളരിമുഖത്തും തറവാട്ടിലും ദീപം വയ്ക്കാൻ ആരുമില്ലല്ലോ. കുട്ടി നമ്പർ എല്ലാം നിശബ്ദനായി കേട്ടുനിന്നു. ഒന്നും പറയാൻ കഴിയാതെ ഇരിക്കുന്ന ഭർത്താവിനെ ജാലകപ്പഴുതിലൂടെ നോക്കി മാക്കം നെടുവീർപ്പിട്ടു. ഈശ്വരാ, ഇതെന്തു പരീക്ഷണമാണ്!